നമുക്കൊപ്പം ശ്രീ MS വേണുഗോപാൽ കൂടി ചേരുകയാണ്. ശ്രീ MS വേണുഗോപാലിയുടെ മോഹൻ വർഗീസ് പറഞ്ഞു നിർത്തുന്നത് പോലെ എല്ലാ സാധ്യതകളും തുറന്നിട്ടുകൊണ്ട് എന്നാൽ മറുപടി നൽകേണ്ടവർക്ക് ശക്തമായ മറുപടി നൽകി ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഊർജ്ജ രംഗത്തെ സഹകരണം തുടരും എന്ന് ഇന്ത്യ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുടിനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലും അക്കാര്യം പറയുന്നു. എണ്ണ വാങ്ങൽ തുടരും. മാത്രവുമല്ല, പുടിൻ സുഹൃത്താണ് എന്ന് മോദിയും, മോദി അടുത്ത സുഹൃത്ത് എന്ന് പുടിനും പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ കേൾക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ സൗഹൃദം, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ മോദി ട്രംപ് സൗഹൃദം പറഞ്ഞിരുന്നത് എന്നത് നമുക്കറിയാം. അതിന് പിന്നാലെതായിപ്പോൾ പുടിനുമായി അടുത്ത സൗഹൃദത്തിൻ്റെ സന്ദേശം ലോകത്തിന് നൽകുകയാണ്. അത് അമേരിക്കയുമായി ഈ തീരുവ യുദ്ധത്തിൽ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? ഇന്ത്യയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ആരുടെയും വിരട്ടുകൊണ്ട് ഒരു നിലപാടിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോകുന്നില്ല. അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി സഹകരണത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തവണ നമ്മൾ സാധാരണഗതിയിൽ ഒരു സമ്മിറ്റിന് പോകുന്നതിനേക്കാൾ കൂടുതൽ പ്രിപ്പറേഷനോട് കൂടിയാണ് SCO സമ്മിറ്റിനെ സമീപിച്ചത്. നമ്മൾ ആദ്യം ജപ്പാനിൽ പോയി, ഇന്ത്യൻ പ്രധാനമന്ത്രി, അവിടെ നമ്മൾക്ക് വേണ്ട ഉറപ്പുകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ ചൈനയിൽ വന്നു. ചൈനയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഷി ജിൻപിങ്ങുമായിട്ട് തൻ്റെ സംശയങ്ങൾ, തൻ്റെ ആവശ്യങ്ങൾ എല്ലാം ആദ്യം അറിയിച്ചു. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്. സൗഹൃദം എന്ന്, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായിരിക്കണമെന്നുള്ളതാണ്. പരസ്പര ബഹുമാനം എന്നുള്ളതിലാണ് അദ്ദേഹം എംഫസൈസ് ചെയ്തത്. കാരണം അമേരിക്കയുടെ പെരുമാറ്റം അത്രത്തോളം മോശമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ആ വാക്കുകൾ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ചൈനയ്ക്കും കൂടെ ഒരു മുന്നറിയിപ്പാണ്. പരസ്പര ബഹുമാനമാണ് ഈ ബന്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനം. അതുപോലെ വിശ്വാസവും, വിശ്വാസവഞ്ചന കാണിച്ചാൽ എന്നുള്ള ഒരു സൂചന കൂടി അതിനകത്ത് ഉണ്ട്. അതിനുശേഷം അദ്ദേഹം പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ട്രേഡിൻ്റെ കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ വിശദമായി സംസാരിച്ചു എന്നുള്ളതാണ് ഈ സമ്മിറ്റിന് തുടങ്ങുന്നതിന് മുമ്പുണ്ടായ പ്രത്യേകത. ഈ സമ്മിറ്റിൽ മുമ്പായിട്ട് തന്നെ നമ്മൾ പറഞ്ഞത് അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ കണ്ടിരുന്നത്. കാരണം 10-75 വർഷമായിട്ട് ചൈനയുമായിട്ടുള്ള ബോർഡർ പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാനായിട്ട്, നമുക്കെന്നല്ല ഒരു വിധത്തിലും മുൻ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഏത് സർക്കാരിനായാലും ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തിന് ഒരു കീറാമുട്ടിയായിട്ട് ചൈന നിന്നിട്ടുണ്ട്. ആ ചൈനയുടെ നയം അത്തരത്തിലായിരുന്നു. മക്മോഹൻ എന്നൊരാൾ ഒരു സായിപ്പ് വരച്ച വര ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് നെഹ്റുവിൻ്റെ കാലം മുതൽ ഈ കഴിഞ്ഞ മാസങ്ങൾ വരെ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ്. പക്ഷേ എന്നാൽ ഈ അടുത്ത കാലത്തായി ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കത്തിൽ ഏതാണ്ടൊരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായിരുന്നത് ഏതാണ്ട് അവസാനിപ്പിച്ചു. എന്നാലും പ്രശ്നങ്ങൾ നിരവധിയാണ്. ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഷി ജിൻപിങ്ങിനോട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ ഒരു പ്രശ്നം അതിർത്തി തർക്കം തന്നെയാണ്. അതിനായിട്ടൊരു ടീമിനെ തന്നെ ഷി ജിൻപിങ് നിയോഗിച്ചു എന്നുള്ളതാണ് ഈ സമ്മിറ്റിന് മുമ്പുണ്ടായ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് ഈ സമ്മിറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായും ഉണ്ടായിരുന്ന ആകാംക്ഷ നമുക്ക് പുടിൻ ഷി ജിൻപിങ് ബന്ധം എത്രത്തോളം ശക്തമാക്കാൻ കഴിയുമെന്നാണ്, ഊഷ്മളമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ ആ വേദിയിൽ നമ്മൾ കണ്ടത് പുടിൻ്റെ അതേ വാഹനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ വേദിയിലെത്തിയത് എന്നുള്ളതാണ്. ഇരുവരും ഒരുമിച്ച് ഒരേ വാഹനത്തിലെത്തുന്നു, ഏകോദര സഹോദരങ്ങളെപ്പോലെ അവിടെ കയറി ചെല്ലുന്ന നിമിഷം തന്നെ ഷി ജിൻപിങ്ങുമായിട്ടും കൂടെ ഒരു ചർച്ചയ്ക്ക് വേദി ഒരുങ്ങുന്നു. അതിനുശേഷമാണ് അവർ വേദിയിലേക്ക് കയറി അടുത്ത സംഭാഷണങ്ങൾ തുടങ്ങിയത്. ഇവിടെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ, പഹൽഗാം അടക്കമുള്ള വിഷയങ്ങളിൽ ചൈന മുന്നോട്ട് വച്ചിരിക്കുന്ന ചില ആശയങ്ങൾ നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്നതാണ്. അത് ടെററിസം എതിർക്കുന്നു എന്ന് മാത്രമല്ല, പഹൽഗാം പോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന വിധത്തിൽ ഷി ജിൻപിങ് സൂചന നൽകിയിരിക്കുന്നു. ഇത് വലിയൊരു മാറ്റമാണ്. ചൈന ഒരിക്കൽ പോലും പാകിസ്ഥാനെയോ പഹൽഗാമിനെയോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ നടത്തിയ ഏതെങ്കിലും നല്ല കാര്യങ്ങളെപ്പോലും പാകിസ്ഥാനെ
ദോഷമാകുന്ന കാര്യങ്ങളാണെങ്കിലും ഗുണകരമാകുന്ന കാര്യങ്ങളാണെങ്കിലും അവർ പാകിസ്ഥാൻ അനുകൂലമായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. അണ്ടർഗ്രൗണ്ടിലൂടെ UN ഉൾപ്പെടെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ആ ഷി ജിൻപിങ് കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈനിൽ വന്നിരിക്കുന്നു. ടെററിസം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നിന്നുള്ളൊരു ഭീഷണിയാണെന്നും ആ ഭീഷണി ആവർത്തിക്കാൻ പാടില്ല എന്നുമുള്ള രീതിയിലൊരു നയം ഷി ജിൻപിങ് എടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര വലിയൊരു കാര്യമാണ്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ട്രേഡ് ഡെഫിസിറ്റിൽ ചൈനയ്ക്ക് നമ്മളുമായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. കാരണം ചൈനയുടെ രീതി എങ്ങനെയാണ്, എത്ര ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചാലും തൻ്റെ കാര്യം മുന്നിൽ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്നും ചൈനയ്ക്കും ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. ഒരു ലോകശക്തിയാകുന്നതിന് ആദ്യം നമ്മളോടൊപ്പം പലരും ചേരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റഷ്യയും ഇന്ത്യയും കൂടെ ചേരുമ്പോൾ ചൈനയ്ക്ക് ലഭിക്കുന്ന അപ്രമാദിത്വം വളരെ വലുതാണെന്ന് മാത്രമല്ല, അവരേറ്റവും വലിയ ഭയത്തോടെ കണ്ടിരുന്ന US-ൻ്റെ നടുവൊടിയുകയാണ് ചെയ്തത്. നമ്മുടെ കോൺഗ്രസ്സൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ നടുവോ അല്ലെങ്കിൽ മോദിയുടെ നടുവോ അല്ല ഒടിഞ്ഞത് US-ൻ്റെ നടുവാണ്. ഇത് നമ്മളല്ല പറയുന്നത്, അവരുടെ മുൻ വിദേശകാര്യ അഡ്വൈസർമാർ, അതുപോലെ തന്നെ അവരുടെ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി അഡ്വൈസർമാരായിരുന്ന ജെയ്ക്ക് സള്ളിവൻ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇപ്പോൾ ട്രംപ് നടത്തുന്ന നയമെന്ന് പറയുന്നത് അമേരിക്കയെ നാണം കെടുത്തുന്ന നയമാണ്. അമേരിക്കയുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല. മറ്റുള്ളവരെ ഉൾക്കൊള്ളുക, അവരുമായി സഹകരിക്കുക, ബന്ധം അങ്ങനെ വിപുലപ്പെടുത്തുക, ലോകത്തെ ഒരു നായകനായി അമേരിക്ക നിൽക്കുന്ന ആ ഒരു ശൈലി മാറിയിട്ട് ഇപ്പോൾ എല്ലാവരും വെറുപ്പിച്ച ഒരു ശൈലി ട്രംപ് എടുത്തിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് ദോഷമാകും എന്ന് പറഞ്ഞിരുന്നു. ഇതിന് മുൻപത്തെ സെക്യൂരിറ്റി കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ജോൺ ബോൾട്ടനും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോയാൽ അമേരിക്കയുടെ എക്കോണമി വരെ തകരുമെന്ന്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ട്രംപിന് എന്തായാലും ഒരു നോബൽ പ്രൈസ് കൊടുക്കണം. അത് ഇന്ത്യ പാകിസ്ഥാൻ വാർ അവസാനിപ്പിച്ചതിനോ അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ വാർ അവസാനിപ്പിച്ചതിനോ അല്ല, ഇന്ത്യയും ചൈനയുമായി ഏതാണ്ട് 75 വർഷമായി നടത്തിയിരുന്ന ഒരു പോർവിളി മാറ്റിയിട്ട് ഒരു സൗഹൃദത്തിൻ്റെ മുഖം തുറന്ന് ലോകത്തിന് മുഴുവൻ ഒരു സമാധാനത്തിൻ്റെ പാത ഒരുക്കിയത് ശരിക്കും പറഞ്ഞാൽ ട്രംപാണ്. ട്രംപിന് ആ വിഷയത്തിൽ ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാക്കിയതിന് ഒരു നോബൽ സമ്മാനം കൊടുക്കേണ്ടതാണ്. തീർച്ചയായും അങ്ങനെ ഒരു അനിവാര്യമായ യോജിപ്പിലേക്ക് ഇന്ത്യയും ചൈനയും എത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ PM നാരായണൻ കൂടി ഈ അവസരത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ PM നാരായണൻ, ഇവിടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ അങ്ങനെ ഒരു യോജിപ്പിന്റെ പാതയിലേക്ക് എത്തേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയും ചൈനയും പല എതിർപ്പുകൾക്കും വിയോജിപ്പുകൾക്കും ഇടയിൽ യോജിച്ചു പോകാൻ തീരുമാനിക്കുന്നത് അമേരിക്കയ്ക്കെതിരായ പോരാട്ടത്തിൽ യോജിക്കുന്നു എന്ന നിലയിൽ തന്നെ നമ്മൾ കാണണം. അപ്പോൾ ലോകത്തെ ഏറ്റവും ജനസംഖ്യ